കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി കേളുവിന്റെയും ചെർക്കള സ്വദേശി രഞ്ജിത്തിന്റെയും മൃതദേഹം വീടുകളിലേക്ക് എത്തിച്ചു. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, ഒരു നാട് മുഴുവൻ വേങ്ങി പൊട്ടുകയാണ്. പറയൂ വിവരങ്ങൾ. ചെർക്കള ഇതുവരെ കാണാത്ത തരത്തിലുള്ള വലിയൊരു ജനക്കൂട്ടമാണ് ഇപ്പോൾ രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. നാട്ടിനേറെ പ്രിയങ്കരനായിരുന്നു രഞ്ജിത്ത്. ചെറിയ പ്രായത്തിൽ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഏറെ സജീവമായിരുന്നു. പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു രഞ്ജിത്ത്. രഞ്ജിത്തിന്റെ സഹോദരനും വിദേശ രാജ്യങ്ങളിൽ പോയി ജോലിയെടുത്ത കാശുകൊണ്ടാണ് കഴിഞ്ഞ വർഷം അവർ സ്വന്തമായൊരു വീട് വെച്ച് അതിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടത്തിയത്. അതിനായിട്ടായിരുന്നു അവസാനം രഞ്ജിത്ത് വീട്ടിലേക്ക് എത്തിയിരുന്നത്. അടുത്ത മാസം നാട്ടിലേക്ക് എത്താനായി ടിക്കറ്റ് എടുത്തിരുന്നു. അതിനെ തുടർന്ന് വിവാഹ ആലോചനകളും മറ്റുമൊക്കെ നടന്നിരുന്നു. അതിനിടയിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടാവുന്നത്. ആളുകൾക്കിടയിലൊക്കെ തന്നെ ദുഃഖം വലിയ തോതിൽ അണപൊട്ടുന്നുണ്ട്. രഞ്ജിത്തിന്റെ സുഹൃത്തുക്കളും അയൽക്കാരും മറ്റു നാട്ടുകാരും ഇതുവരെ രഞ്ജിത്തിനെ നേരിട്ട് പരിചയമില്ലാത്ത നൂറുകണക്കിന് ആളുകൾ പോലും ഇത്തരത്തിൽ രഞ്ജിത്തിന്റെ മൃതദേഹം ഒരു ഏകദേശമെങ്കിലും ഒരു തവണ കാണാനുള്ള ആഗ്രഹത്തിൽ ഇവിടെ വരുന്നുണ്ട്. കാരണം അത്രയും ആളുകൾക്ക് ആ ഒരു ദുഃഖം പ്രകടിപ്പിക്കാൻ പോലും നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. പലരും പൊട്ടിക്കരയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ രഞ്ജിത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഈ അയൽക്കാരൻ കൂടിയായിട്ടുള്ള സുഹൃത്തിന്റെ വീടിന്റെ മുറ്റത്താണ് ഇപ്പോൾ പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ജില്ലാ കളക്ടറും EH കുഞ്ഞമ്പു MLA യും NA നിലയ്ക്കും MLA യും അബ്ദുള്ള കുട്ടി അടക്കമുള്ള സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ തന്നെ ഇവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. വിവിധ പ്രവാസി സംഘടനകളുടെ ഭാരവാഹികളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പൊതുദർശനത്തിന്റെ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തീകരിച്ച് മറ്റ് മതാചാര ചടങ്ങുകൾ പൂർത്തീകരിച്ച് സംസ്കാരത്തിനായി കുടുംബ ശ്മശാനത്തിലേക്ക് രഞ്ജിത്തിന്റെ മൃതദേഹം എത്തിക്കും.